റൈസ് ആൻഡ് ഷൈൻ. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ് ജീസസ് പിറന്നതെന്നറിയാം. ബത്ലഹേം ഡെന്നിസും കാലിത്തൊഴുത്തിലാണ് പിറന്നതെന്ന് അറിഞ്ഞില്ല. നിന്റെ ഈ തറ വളിപ്പടി ഉണ്ടല്ലോ, നേരവും കാലവും നോക്കാതെ എഴുന്നള്ളിക്കുന്ന തമാശ, അതിന് കിട്ടണം പെടാ. നിനക്കൊരു ചീപ്പ് ജോക്കാണ് ജീവിതം. അത് അത് മറ്റുള്ളവരെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ളത് നിനക്കറിയോ? ഡെന്നിസ്, എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നേ? ദേ, ഞാൻ ഇന്ന് വരെ ഒരു പെണ്ണിനെ കൈ നീട്ടി അടിച്ചിട്ടില്ല. അതെന്നുണ്ടാവും. ഡെന്നിസേതാ, ആ കൈകൊണ്ടൊക്കെ എന്നെ തല്ലിയാ ഞാൻ ചത്തുപോകും. വീണ്ടും തുടങ്ങി തമാശ. ഡെന്നിസ്, പുറത്തേക്ക് വരൂ. നമുക്കൊരു മോർണിംഗ് വാക്ക് ആവാം. ചുമ്മാ കുറച്ച് നടക്കാനേ. നിന്റെ കൂടെ നിനക്ക് എന്താ ഭ്രാന്തം? നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇനി അഥവാ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. എന്റെ മനസ്സിലൊന്നുമില്ല. അപ്പൊ പിന്നെ എന്നെയാണ് നീ വിവാഹം? കള്ളം പറഞ്ഞതാണ്. ഞാൻ ഡെന്നിസിനെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. ഞാൻ ആരെയും വിവാഹം കഴിക്കില്ല. Ami, what's wrong with you? ഡെന്നിസ് വരൂ. May 16th. അന്ന് നിരഞ്ജനെ അവർ കൊല്ലും, തൂക്കിക്കൊല്ലും. അതെ ഡെന്നിസ്, അന്ന് എന്റെയും ദിവസമാണ്. ഞാനും അന്ന് മരിക്കും. സൂയിസൈഡ്. ഞാനത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതിനു മുമ്പ് എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വെറുപ്പ് പിടിച്ചു വാങ്ങാൻ ഞാനൊരു നുണ പറഞ്ഞു. അതിൽ ഡെന്നിസിനെ കൂടി ഇൻവോൾവ് ചെയ്യിച്ചത് എന്റെ തെറ്റാണ്. സോറി ഡെന്നിസ്. ആരാത്? നിരഞ്ജൻ? എനിക്കറിയില്ല നിരഞ്ജനെ ശരിക്കും. എന്റെ ആരാ നിരഞ്ജൻ എന്ന് ചോദിച്ചാ അതും എനിക്കറിയില്ല. എന്റെ ഭർത്താവല്ല, എന്റെ ബോയ് ഫ്രണ്ട് അല്ല. പക്ഷെ ഒന്നറിയാം, നിരഞ്ജനെയാണ് ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. നിരഞ്ജന്റെ മരണശേഷം എനിക്കിവിടെ ജീവിക്കണ്ട. ഡെന്നിസിന് നിരഞ്ജനെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? എനിക്കറിയാവുന്നത് വളരെ കുറച്ചാണ്. എന്റെ യൂണിവേഴ്സിറ്റിയിൽ നിരഞ്ജന്റെ ഗോൾഡ് മെഡൽ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. എന്റെ കോളേജിൽ നിരഞ്ജൻ ഗസ്റ്റ് ലെക്ചറായി വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചു കാലം, 6 മാസത്തോളം. പിന്നെ നിരഞ്ജൻ സിറ്റിയിൽ ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടു. പിന്നെ ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ലീഡറായി. റെഡ് വാൾ, ആ ഓർഗനൈസേഷന്റെ ലീഡർ നിരഞ്ജനായിരുന്നു. ഒടുവിൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ കാറിന് ബോംബെറിഞ്ഞ് നിരഞ്ജൻ 6 പേരെ കൊന്നു. കോടതിയിൽ തനിക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീല് പോലും വേണ്ടെന്ന് പറഞ്ഞ് നിരഞ്ജൻ ആ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങുമായിരുന്നു. ഞാൻ പറഞ്ഞത് സത്യമാണ് ഡെന്നിസ്. എനിക്കറിയില്ല നിരഞ്ജനെ. നിരഞ്ജൻ എപ്പോഴും പറയുന്ന വാക്കുകൾ റെവല്യൂഷൻ, ക്ലാസ് വാർ. എനിക്കൊന്നേ അറിയാമായിരുന്നുള്ളൂ, നിരഞ്ജനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അത്രമാത്രം. മരിക്കുന്നതിന് മുമ്പ് നിരഞ്ജനെ ഒരു നോക്ക് കാണാൻ എന്റെ ഫ്രണ്ട്സ് ശ്രമിക്കുന്നുണ്ട്. കണ്ട, നിരഞ്ജന്റെ കൈകൊണ്ട് എന്റെ കഴുത്തിൽ കെട്ടിക്കാൻ ഞാനൊരു താലി കരുതി വെച്ചിട്ടുണ്ട്. ഡെന്നിസ്, നിന്നോട് എന്താ തോന്നുന്നത്? വെറുപ്പോ അതോ? ഇല്ല, വെറുക്കാൻ എനിക്ക് കഴിയില്ല. എന്നെ മനസ്സിലാക്കാൻ ഡെന്നിസിന് മാത്രമേ കഴിയൂ. ഡെന്നിസ്, എനിക്ക് നിരഞ്ജനെ കാണാൻ കഴിയില്ലേ? കഴിയും. ഞാനും ഒരു ആമയുടെ കൂടെ ആ ചടങ്ങിന് സാക്ഷിയാവാൻ. ഷുവർ ഡെന്നിസ്? ഡെന്നിസ് എന്റെ കൂടെ ഉണ്ടാവോ? പക്ഷെ നിരഞ്ജന കാണുന്നത് വരെ ആമി ഒരു സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുക പോലും അരുത്. അതിന് ആമി എനിക്ക് വാക്ക് തരണം. കരയരുത്. ആമി പോവോ? കണ്ണു അടച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ. ആരും ഒന്നും അറിയരുത്. അറിഞ്ഞാ May 16th വരെ ഞാൻ കാത്തു നിൽക്കില്ല.